ആശങ്കകൾക്കും ആകാംക്ഷകൾക്കുമിടയിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ രൂപരേഖ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കരാറിൽ പൂർണ്ണ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇന്ത്യയിൽ വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാണ് കരാറെന്നാണ് വ്യാപക വിമർശനം. ബഹുരാഷ്ട്ര കമ്പനികൾക്ക് മുന്നിലുള്ള സമ്പൂർണ്ണ കീഴടങ്ങലാണ് കരാറെന്ന് കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. ഉയരുന്ന ആശങ്കയും വിമർശവും എന്താണ്? ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് വിവരിക്കുന്നു കരാറിലെ കാണാച്ചരടുകൾ. രണ്ടുപേർ തമ്മിൽ കച്ചവടത്തിന് ധാരണയാകുന്നു. ഒന്നാമന്റെ കയ്യിലുള്ള വസ്തുക്കൾ രണ്ടാമന് കൈമാറുമ്പോൾ പ്രത്യേകം ഫീസ് ഈടാക്കും. പക്ഷേ രണ്ടാമൻ ഒന്നാമന് കൈമാറുമ്പോൾ ഈ ഫീസ് ഉണ്ടാകില്ല. ഇതെന്താണ് ഇങ്ങനെ? ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉയരുന്ന ചോദ്യമാണിത്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉത്പന്നങ്ങൾക്ക് 18% തീരുവ അമേരിക്ക ചുമത്തും. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തീരുവ ഇല്ലാതെയോ വളരെ കുറഞ്ഞ തീരുവയ്ക്കോ വ്യാവസായിക, കാർഷിക, ഭക്ഷ്യോത്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇങ്ങനെ ഒട്ടും തീരുവ ഇല്ലാതെയോ കുറഞ്ഞ തീരുവയ്ക്കോ എന്തെല്ലാം ഉത്പന്നങ്ങൾ അമേരിക്ക ഇന്ത്യയിൽ ഇറക്കും? WTO के बाद बड़े पैमाने पर बाजार खोल दिया गया है और बाजार खुलने के बाद सबसे ज्यादा एग्रीकल्चर सेक्टर, हमारे फार्मर्स, गरीब, इनके ऊपर संकट आने वाला है. MSMEs कैसे कॉम्पिटिट करेंगे जब फाइनेंशियल इंस्टीट्यूशंस या रिसर्च, इनोवेशन और तमाम तरह का सहयोग जब सरकार नहीं कर पा रही है? सरकार जरूर कहती है कि MSMEs हमारी इतनी हैं, लेकिन रजिस्टर्ड MSME क्यों नहीं है ज्यादा? और फिर आपसे सीधी सी गिनती की बात है, 0 बड़ा क्या 18? ഏതെല്ലാം കാർഷികോത്പന്നങ്ങൾക്കാകും തീരുവ ഒഴിവാക്കുക എന്നതിൽ അവ്യക്തതയുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം ഭക്ഷ്യവസ്തുക്കളുടെയും കാർഷികോത്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യ ഒഴിവാക്കും. നിലവിൽ ചോളം, സോയാബീൻ, പരുത്തി ഉത്പന്നങ്ങൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവയുടെ തീരുവ ഒഴിവാക്കുന്നതിനു പുറമെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പഴങ്ങൾ, കാലിത്തീറ്റ ഉത്പന്നങ്ങളും ഇന്ത്യയിലേക്കെത്തും. ഇന്ത്യൻ കർഷകർക്ക് ഇത് തിരിച്ചടിയാകും എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. എന്നാൽ കർഷക താത്പര്യം സംരക്ഷിക്കുമെന്ന പല്ലവി ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. If you will read the joint statement, it says India intends to purchase $500 billion of US energy products. If in the next 5 years we don't grow rapidly, how will we ever achieve $30 trillion economy? And we are convinced that for the next 20-25 years, India will be the fastest growing large economy on the earth. എന്തൊക്കെ വരും അമേരിക്കയിൽ നിന്ന്? 5 വർഷം 45 ലക്ഷം കോടിയുടെ ഉത്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണം. ഓരോ വർഷവും 9 ലക്ഷം കോടിയുടെ അമേരിക്കൻ ഉത്പന്നങ്ങൾ. പഴങ്ങൾ, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പയർവർഗ്ഗങ്ങൾ, കാലിത്തീറ്റ എന്നിവയും എത്തും. ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് എത്തുന്ന ഉത്പന്നങ്ങൾ ഇന്ത്യക്ക് പരിശോധിക്കാനാകുമോ? ഇതുവരെ അമേരിക്ക സമ്മതിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കൻ അധികാരികളുടെ അംഗീകാരത്തോടുകൂടി വരുന്ന ഭക്ഷ്യോത്പന്നങ്ങൾ ഇന്ത്യ അനുവദിക്കേണ്ടി വരും. കാലിത്തീറ്റയിൽ സസ്യേതര ഘടകങ്ങൾ പാടില്ല എന്ന വ്യവസ്ഥ പാലിക്കപ്പെടാതെ വരാം. ജനിതക വ്യതിയാനങ്ങൾ വരുത്തിയ വിളകൾ പാടില്ല എന്ന നയത്തിന്റെ ഭാവിയും കണ്ടറിയണം. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട സൂചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇറക്കുമതി ഡീലിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളാണോ അതെയോ അമേരിക്കയാണോ ഇന്ത്യക്കാരൻ എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? ഇത് ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അടിയറവെക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ട് ആ തീരുമാനങ്ങൾ പറയാൻ പോലുമുള്ള ഒരവകാശം ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഭരണാധികാരികൾക്ക് നൽകുന്നില്ല എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു പ്രതലം കൂടി ഈ ഒരു സംഭവവാസ്തവത്തിലുണ്ട്. കരാർ പ്രകാരം ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ ഒഴിവാക്കിയെന്നാണല്ലോ വാദം. എങ്കിൽ ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് തീരുവ കുറയേണ്ടതല്ലേ? ഇല്ലെന്നാണ് ചില കണക്ക്. കാരണം സാധാരണ വ്യാപാര കരാറുകളിൽ 2 രാജ്യങ്ങളും ലോക വ്യാപാര സംഘടനയുടെ ചട്ടപ്രകാരമുള്ള തീരുവ, അതായത് MFN, കുറയ്ക്കുകയാണ് രീതി. എന്നാൽ ഇവിടെയോ അമേരിക്ക കുറച്ചതും ഒഴിവാക്കിയതും അടുത്തിടെ പ്രഖ്യാപിച്ച പകരം തീരുവയാണ്. ഇന്ത്യൻ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾക്ക് 9% MFN തീരുവ. ഇത് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ച 18% കൂടി ചേർക്കുമ്പോൾ ആകെ 27% അതായത് ഇതുവരെ കയറ്റി അയച്ചത് 9% തീരുവയ്ക്കെങ്കിൽ ഇനി അത് 27%
ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇന്ത്യൻ നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇന്ത്യയുടെ മറുപടി എന്ത്? इस उद्देश्य के साथ कि भारत और यूनाइटेड स्टेट्स के बीच $500 बिलियन का द्विपक्षीय व्यापार हर वर्ष होना चाहिए, उस लक्ष्य को हासिल करने के लिए आज का दिन स्वर्णिम अक्षरों में लिखा जाएगा. ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ എണ്ണ കമ്പനികൾ കുത്തനെ കുറച്ചു. ഇന്ത്യ ഔദ്യോഗികമായി മറുപടി പറഞ്ഞില്ലെങ്കിലും അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒരു കാര്യം പറയുന്നു: റഷ്യയിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടോ എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെ നിരീക്ഷിക്കും. ഇറക്കുമതി പുനരാരംഭിച്ചാൽ അധിക തീരുവ വീണ്ടും ചുമത്തുന്നത് അമേരിക്ക പരിഗണിക്കും. കൂടുതൽ നടപടികളും ഉണ്ടാകും. തീർന്നില്ല. അമേരിക്കയുമായി മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടായാൽ അത് ഇന്ത്യയെയും ബാധിക്കുമെന്നാണ് ആശങ്ക. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്ക പകരം ചുങ്കം ചുമത്തിയാൽ ഇന്ത്യയും സമാനമായ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ നിയന്ത്രണങ്ങളും ഉണ്ടാകാം. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്വതന്ത്ര നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമായി ഇത് വ്യാഖ്യാനിക്കപ്പെടാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.